മലയാളത്തിൽ ലാലേട്ടൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ലീപ്പർ സെൽ ഫാൻ ബേസ് ഉള്ള നടൻ നിവിൻ പോളിയാണ്. അത് ഇന്ന് വ്യക്തമായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് കോൺസിക്യൂട്ടീവായിട്ട് ഇത്രയും ഫ്ലോപ്പ് ഉണ്ടായിട്ട് പോലും ഇല്ലേ. ഈ സർവമായ മൂവിയുടെ ഫസ്റ്റ് ഷോയ്ക്ക് അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ പടത്തിന്റെ പോസ്റ്റർ, ഇതിന്റെ പാട്ട്, ടീസറൊക്കെ കാണുമ്പോൾ തന്നെ ഇല്ലേ നമുക്കൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ചങ്ങായി തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു സ്മെല്ല് അടിച്ചിരുന്നു. ആൻഡ് അയാൾ തിരിച്ചു വന്നു. അടിപൊളിയായിട്ടുണ്ട് പടം. ഈ സിനിമയുടെ ഡയറക്ടർ അഖിൽ സത്യനാണ് പടം എഴുതി ഡയറക്ട് ചെയ്തിട്ടുള്ളത്. പടം എഡിറ്റ് ചെയ്തിട്ടുള്ളതും അഖിൽ സത്യൻ തന്നെയാണ്. ഒരു വെറൈറ്റി ആയിട്ടൊരു പടം. മലയാളത്തിൽ സാധാരണ ഈ ഹൊറർ പടങ്ങൾ അല്ലെങ്കിൽ ഹൊറർ ഫാന്റസി പടങ്ങളുടെ എല്ലാം ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ എന്തെങ്കിലും അല്ലെങ്കിൽ ആൾക്കാരെ പേടിപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാ. പക്ഷെ അതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ട് വളരെ ഫീൽ ഗുഡ് ആയിട്ട് നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് വാ അടിപൊളി എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കി തന്നൊരു സിനിമയാണ്. ശരിക്കും നമുക്ക് വേണ്ടതില്ലേ ഇങ്ങനത്തെ നിവിൻ പോളിയാണ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, കഴിഞ്ഞ കുറെ നാളായിട്ട് ഇയാൾ ചെയ്യുന്ന സിനിമകളുടെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ആൾക്ക് നല്ല ചലഞ്ചും അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് നിവിൻ പോളിൽ നിന്ന് വേണ്ടത് ഈ സാധനമാണ്. ഇതിൽ തന്നെ പിടിച്ചോ. ഇയാൾ പണ്ടത്തതിലും സൂപ്പർ ആയിട്ട് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. നൈസ് ആയിട്ടുള്ള ഒരു പടം കേട്ടോ. ഇതില് എനിക്ക് ആദ്യം തോന്നിയൊരു കാര്യം പറയാം. ഇതൊരു 2 മണിക്കൂർ 20 മിനിറ്റ് ഉള്ള ഒരു പടമാണ്. ഈ പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് വരെ ഉണ്ടല്ലോ നമ്മൾ ഇങ്ങനെ പോകും. അതായത് ഈ നിവിൻ പോളി അജു വർഗീസ് കോമ്പിനേഷനിൽ ഒരുപാട് സീനും കാര്യങ്ങളൊക്കെ ഈ പടത്തിലുണ്ട്. അത് പണ്ടത്തെ സിനിമയായിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല, എന്നാലും അവർ തമ്മിലുള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ അത് കണ്ടിരിക്കാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല ഈ സിനിമയിൽ ഈ ജനാർദ്ദനൻ നിവിൻ പോളി കോമ്പിനേഷൻ, അതുപോലെ തന്നെ രഘുനാഥ് പലേരി നിവിൻ പോളി കോമ്പിനേഷനും എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ആ ബോണ്ട് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് തോന്നി ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. നല്ല ഇരുന്ന് പണി എടുത്തൊരു സ്ക്രിപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഇങ്ങനെ തട്ടിക്കൂട്ട് എന്തെങ്കിലും കാണിക്കാൻ വേണ്ടി ചെയ്ത സ്ക്രിപ്റ്റ് അല്ല. അത് അത്യാവശ്യം നല്ല ഇതിൽ തന്നെ ഒരു പണിയെടുത്തിട്ടുണ്ട്. ആൻഡ് അഖിൽ സത്യൻ അയാൾ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമയുടെ സ്ക്രിപ്റ്റിൽ. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിവിൻ പോളിയെ കാണാൻ തന്നെ ഒരു ഐശ്വര്യം വന്നിട്ടുണ്ട്. നമ്മൾ ഇത്ര നാള് കഴിഞ്ഞ കുറെ നാളായിട്ട് കണ്ട നിവിൻ പോളി എന്ന് വെച്ചാൽ ഫിസിക്കലി ആണെങ്കിലും അഭിനയത്തിലാണെങ്കിലൊക്കെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ നമുക്ക് ഫീൽ ചെയ്തിരുന്നു. പക്ഷെ ഈ പടത്തിൽ സ്റ്റാർട്ടിങ് തൊട്ട് ചങ്ങായി കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഫീലാണ്, ഒരു ഐശ്വര്യം ഫീൽ ചെയ്യുന്നുണ്ട്. ഫീൽ ഗുഡ് ഫീൽ ചെയ്യും. സിനിമ തീരുമ്പോഴും വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഈ പടത്തിന്റെ പ്ലോട്ടിലേക്ക് വന്നു കഴിഞ്ഞെങ്കിലില്ലേ ഫാന്റസിയാണ് പടം. പക്ഷെ ഒരു ഫസ്റ്റ് ഹാഫ് വരെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. മനസ്സിലായി? ഒരു ചെറുപ്പക്കാരന്റെ ലൈഫ് ഇങ്ങനെ കാണിച്ചു പോകുന്നു. പിന്നെ അതിന്റെ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു വരുന്നുണ്ട്. അപ്പൊ തുടക്കത്തില് ഇതൊരു ഈ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളുടെ സ്റ്റോറി, അങ്ങനെയാണ് ഈ പടത്തിന്റെ പ്ലോട്ട് വരുന്നത്. അപ്പൊ ബേസിക്കലി എനിക്ക് അങ്ങനെയുള്ള പ്ലോട്ടിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ കണ്ടിരുന്നു. പക്ഷെ ഇതിന്റെ ഇന്റർവെല്ലിനോട് അടുക്കുന്ന സമയത്താണ് ഈ പടത്തിന്റെ ഈ മെയിൻ ത്രെഡിലേക്ക് നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അവിടേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും ഈ പടം ഹുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കുറെ നാളായിട്ട് മിസ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, നിവിൻ പോളിയുടെ തമാശ. അതായത് ഇപ്പോൾ ഉള്ള ജനറേഷനിലെ ആക്ടേഴ്സ്, ഈ നസ്ലിൻ അങ്ങനെയുള്ള ആക്ടേഴ്സ് അല്ല, കുറച്ച് മുമ്പുള്ള, അതായത് 2010 ശേഷം വന്ന ആക്ടേഴ്സ്